നമസ്കാരം. ഇന്ത്യയുടെ വ്യവസായ തലസ്ഥാനമാണ് മുംബൈ. മുംബൈയുടെ നഗരസഭയാണ് ബൃഹത് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന നഗരസഭ. ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ മുനിസിപ്പൽ കോർപ്പറേഷനാണ് ഈ BMC എന്ന ബൃഹത് മുംബൈ കോർപ്പറേഷൻ. BMCയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ചരിത്രം തിരുത്തുകയാണ് BJP. ഈ 28 വർഷത്തിന് ശേഷം ഇപ്പോൾ ഇതാദ്യമായി BJP അവിടെ ഭരണത്തിലേറുകയാണ്. ഇത്രയും നാൾ അവിടെ ഭരിച്ചിരുന്നത് ശിവസേനയാണ്. നമുക്കറിയാം, ഒരു കാലത്ത് മുംബൈയിലെ അവസാന വാക്കായിരുന്നു ശിവസേന തലവനായിരുന്ന ബാൽ താക്കറയുടേത്. മുംബൈയിൽ എന്ത് നടക്കണം, എന്ത് സംഭവിക്കണം, ആരെന്ത് ചെയ്യണമെന്നെല്ലാം തീരുമാനിക്കുന്നത് ബാൽ താക്കറെ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിവസേന എന്ന പ്രസ്ഥാനം മറുനാട്ടുകാരായ എല്ലാവരെയും അവിടെ നിന്ന് അടിച്ചോടിക്കണം എന്ന ഒരു പ്രഖ്യാപിത ലക്ഷ്യത്തോടു കൂടി ആക്രമണം നടത്തിയത് ഒരുപക്ഷെ ഏറ്റവും അധികം മലയാളികളോടായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. അത്രയും ശക്തമായ തോതിൽ അവർക്ക് മഹാരാഷ്ട്രയിൽ സ്വാധീനമുണ്ടായി. മുംബൈയിലെ സ്വാധീനം ആ സംസ്ഥാനം ഒട്ടാകെ വ്യാപിക്കാനും ആ സംസ്ഥാനത്ത് ഭരണം നടത്താനും ഒക്കെ അവർക്ക് അവസരം ലഭിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി 28 വർഷത്തിന് ശേഷം താക്കറെയുടെ ശിവസേന, അത് നേരത്തെ പിരിഞ്ഞുപോയി ഇരു വിഭാഗങ്ങളും ഒരുമിച്ച് മത്സരിച്ചിട്ട് പോലും അവർക്കവിടെ വിജയം നേടാൻ കഴിഞ്ഞില്ല. BJP മഹായുതി സഖ്യം വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഇക്കുറി ഈ മുംബൈ മുനിസിപ്പാലിറ്റിയുടെ ഭരണം. തിരുവനന്തപുരം നഗരസഭ പോലെ ഇതാദ്യമായി മുംബൈ നഗരസഭയുടെ സാരഥ്യവും ഇനി BJPയുടെ കൈകളിലേക്കാണ്. മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ വാർഷിക ബജറ്റ് കേട്ടാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോകും. 74,400 കോടി രൂപയിലധികമാണ് BMCയുടെ വാർഷിക ബജറ്റ്. ഇതേക്കുറിച്ച് പറയുന്നത് ഇന്ത്യയിലെ ഏതെങ്കിലും 4 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇത്രയും കൂടെ ചേർത്ത് വെച്ചാൽ ഈ 4 സംസ്ഥാനത്തിനും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിനും എത്രമാത്രം ബജറ്റുണ്ടോ അതിനേക്കാളും വലിയ ബജറ്റായിരിക്കും ഈ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെത് എന്നാണ്. കാരണം അത്രത്തോളം വരുമാനമുള്ള അസാമാന്യമായ സമ്പത്തുള്ള ഒരു മുനിസിപ്പൽ കോർപ്പറേഷനാണ് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ. അതിൻ്റെ ഭരണ സാരഥ്യമാണ് ഇനി അങ്ങോട്ടുള്ള നാടുകളിൽ BJP ഏറ്റെടുക്കാൻ പോകുന്നത്. BJP സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അഭിമാനകരമായ നേട്ടമാണ്. കാര്യം ശിവസേനയുടെയും ഒന്നും സഹായമില്ലാതെ തന്നെ അവർക്ക് ഇത്രയും വലിയൊരു നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കാലത്ത് മുംബൈയിലെ അല്ലെങ്കിൽ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ അതിശക്തമായ സാന്നിധ്യമായിരുന്ന കോൺഗ്രസ് അവിടെ തകർന്നടിയുകയായിരുന്നു. അതുപോലെ മഹാരാഷ്ട്ര ഒരു കാലത്ത് ഭരിച്ചിരുന്ന മഹാരാഷ്ട്രയിലെ അതിശക്തനായ ശരത് പവാറിൻ്റെ പാർട്ടിക്കും എല്ലാം വലിയ തോതിലുള്ള തിരിച്ചടിയാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്. ബൃഹത് മുംബൈ കോർപ്പറേഷൻ ഇനി മുതൽ BJP ആണ് ഭരിക്കുന്നത് എന്നുള്ള കാര്യം BJP എന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു കാര്യമാണ്. കാരണം രാജ്യത്തെ നിയമസഭകളും ഇപ്പോൾ പാർലമെൻറ്റും എല്ലാം കൈവശമുള്ള BJPയെ സംബന്ധിച്ചിടത്തോളം മുംബൈ എന്ന ഇന്ത്യയുടെ വ്യവസായ തലസ്ഥാനത്തിൻ്റെ ഭരണസാരഥ്യം കൂടി കയ്യിൽ വരിക എന്നുള്ളത് വലിയ തോതിലുള്ള നേട്ടത്തിന് അവരെ അർഹരാക്കുന്നു. ഇത് വർഷങ്ങളായി BJP അവിടെ നടത്തിയ പ്രവർത്തനങ്ങളുടെ കൂടി ഫലമായിട്ടാണ് ഇന്ന് മഹാരാഷ്ട്ര ഭരിക്കുന്ന BJP ആണ്. ഒരു കാലത്ത് BJPക്കൊന്നും ഒരിക്കലും നിറസാന്നിധ്യമാകാൻ കഴിയാതിരുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്തിൻ്റെ ഭരണസാരഥ്യം തങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളത് വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് തന്നെയാണ് BJP നേതാക്കളും കണക്കാക്കുന്നത്. ഇവിടെ ഇപ്പോൾ 4 വർഷം വൈകിയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 28 വർഷം മുമ്പാണ് ഇവിടെ ശിവസേന അധികാരം പിടിച്ചെടുത്തത്. അതിനുശേഷം ഇതാദ്യമായിട്ടാണ് ഇപ്പോൾ BJPക്ക് ഇവിടെ അധികാരം ലഭിക്കുന്നത്. ഏതായാലും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഫട്നാവിസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അഭിമാനത്തിൻ്റെ നിമിഷമാണ്. കാരണം മുംബൈ പോലെയുള്ള ഒരു കോസ്മോപൊളിറ്റൻ നഗരത്തിലെ മെട്രോ നഗരത്തിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്ന് വസിക്കുന്ന ഒരു നഗരത്തിൻ്റെ ഭരണസാരഥ്യം തങ്ങൾക്ക് ലഭിക്കുക എന്ന് പറയുന്നത് BJPയെ ജനങ്ങൾ തീർത്തും അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവായി മാറുകയാണ് എന്നാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ വിലയിരുത്തുന്നത്. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ വ്യവസായ സംരംഭങ്ങളുടെയും ആസ്ഥാനം, അതുപോലെ ഓഹരി വിപണി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് മുംബൈയിൽ നിന്നാണ്. അങ്ങനെ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനത്തിൻ്റെ നേതൃത്വം ഇനി മുതൽ BJPക്കാണ്. ഇത് ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ശിവസേനയ്ക്കേറ്റ തിരിച്ചടി തന്നെയാണ്. നേരത്തെ ഇരു വിഭാഗങ്ങളായി നിന്നിരുന്ന താക്കറയ്ക്ക് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ ഇപ്പോൾ ഒന്നിച്ച് മത്സരിച്ചിട്ട് പോലും അവർക്ക് അവിടെ വിജയം നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ജനങ്ങൾ ഇപ്പോൾ മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണങ്ങളിൽ ഒന്നായി നമുക്ക് കണക്കാക്കാം. അപ്പോൾ NCPക്കും കോൺഗ്രസിനും എല്ലാം തന്നെ ഏറ്റവും തിരിച്ചടി. ഒരു കാലത്ത് കോൺഗ്രസ്സിലെ ശക്തിയായിരുന്നു മഹാരാഷ്ട്ര ലോബി എന്നറിയപ്പെടുന്ന, അവിടുത്തെ പഞ്ചസാര ലോബി എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരുപാട് വളരെ വ്യവസായ ലോബികളൊക്കെ തന്നെ അന്ന് കോൺഗ്രസിൻ്റെ പിന്നിൽ നിന്നിരുന്നു. ഇന്ന് അതെല്ലാം മാറി കോൺഗ്രസ് പോലും അവിടെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെ പോലെ ആരുടെയെങ്കിലും കൂടെ നിന്ന് 10 സീറ്റ് കിട്ടുന്ന അവസ്ഥയിലേക്കുള്ള ഗതികെട്ട സ്ഥിതിയിലേക്ക് കോൺഗ്രസും മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഏതായാലും BJP സംബന്ധിച്ചിടത്തോളം ഇത് BJPക്ക് വലിയൊരു നേട്ടം തന്നെയാണ്. ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇനി BJP ഭരിക്കും. മാത്രമല്ല ഭൂട്ടാൻ, മാലദ്വീപ്സ്, ഫിജി തുടങ്ങിയ രാജ്യങ്ങളുടെ വാർഷിക ബജറ്റിനേക്കാൾ വലിയ ബജറ്റുള്ള ഒരു മുനിസിപ്പാലിറ്റി കൂടിയാണ് മുംബൈ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ വലിപ്പം മനസ്സിലാക്കാൻ കഴിയും. ഇനി അങ്ങോട്ടുള്ള നാൾ ഒരുപക്ഷെ മുംബൈക്ക് പുതിയൊരു മുഖം നൽകാൻ BJPക്ക് കഴിയും എന്ന് തന്നെയാണ്
ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കേന്ദ്രഭരണവും സംസ്ഥാന ഭരണവും കയ്യിലുള്ള BJP സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് നഗരസഭയിൽ ഒട്ടേറെ വികസന പദ്ധതികൾ അവർക്ക് നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കൂടി കൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ജനങ്ങൾ ഇത്രയധികം വലിയൊരു ഭൂരിപക്ഷം നൽകി BJPയെ ഈ നഗരസഭയുടെ സാരഥ്യം ഏൽപ്പിച്ചത് എന്ന് വേണം കരുതാൻ.